നമസ്കാരം. കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു അനൗദ്യോഗിക സംഘടനയാണ് കാസ. ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭ ഔദ്യോഗികമായി കാസയെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഒരു 70-80% വൈദികരും മെത്രാന്മാരുമൊക്കെ സഭാ വ്യത്യാസമില്ലാതെ കാസയെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. കാസ പലപ്പോഴും പക്വതയില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്, അതിര് കവിഞ്ഞ് രാഷ്ട്രീയം പറയാറുണ്ട്. പലപ്പോഴും കാസ ചൂണ്ടിക്കാട്ടുന്ന പല വിഷയങ്ങളും വർഗീയമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നിരുന്നാലും വർത്തമാനകാലത്ത് അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടാൻ ഒരു സംഘടന ഉള്ളത്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയിൽ ഒരു സംഘടനയുള്ളത് ഉചിതമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണമാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ സഭയുടെ ഔദ്യോഗിക അംഗീകാരമില്ലെങ്കിലും മനസ്സുകൊണ്ട് കാസയെ പിന്തുണയ്ക്കുന്നവരാണ് വിശ്വാസികളിൽ വലിയൊരു ഭാഗം. കാസയെപ്പോലൊരു സംഘടന ആവശ്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പശ്ചാത്തലത്തിൽ അത് പറയുക പ്രയാസമായതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രമാണ് കാസയെക്കുറിച്ച് പൗരോഹിത്യ മേലധ്യക്ഷന്മാരുടെ പോലും അഭിപ്രായം. കഴിഞ്ഞ കുറേ കാലമായി കാസ കേരളീയ സമൂഹത്തിലെ ഒരു സാന്നിധ്യമായി തുടരുകയാണ്. എന്നാൽ കാസയെ ഇവിടുത്തെ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കുമൊക്കെ വെറുപ്പാണ്. ഇസ്ലാമിക സംഘടനകൾ മാത്രമല്ല, കോൺഗ്രസും CPM പോലും കാസയോട് വലിയ ശത്രുത പ്രഖ്യാപിക്കുകയും അവരെ പോപ്പുലർ ഫ്രണ്ടിന് സമാനമായി കാണുകയും ചെയ്യുന്നു. കാസയുടെ പ്രവർത്തനം പ്രധാനമായും സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചാണ്. കാസയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാ പേജുകൾക്കൊക്കെ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ട്. അത് സർക്കാരിനെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഇന്നലെ ക്രിസ്മസ് ദിനം മുതൽ കാസയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. യാതൊരുവിധ നോട്ടീസും കൊടുക്കാതെ, ഒരു വിശദീകരണവും തേടാതെ, കാസ എന്ന സംഘടനയുടെ പേരിൽ ഒരു കേസ് പോലും ഇല്ലാതെയാണ് കേരളത്തിൽ നിരോധനം നടപ്പിലാക്കിയിരിക്കുന്നത്. പിണറായിയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ അപ്പസ്തോലന്മാരാണ് എന്ന് പറയുമ്പോഴും അവർ ഫ്രീ സ്പീച്ചിനെ എത്രമാത്രം ഭയക്കുന്നു എന്നതിന് തെളിവായി മാറുന്നു ഈ നിരോധനം. കാസയോട് യോജിക്കുന്നോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമനുസരിച്ച് കാസയ്ക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട്. കാസ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കാസയ്ക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്, അതവർ പറയുന്നു. കാസ പറയുന്നതിനേക്കാൾ എത്രയോ കഠിനമായ വർഗീയതയാണ് മീഡിയ വൺ അടക്കമുള്ള പല ഔദ്യോഗിക മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീഡിയ വൺ വർഗീയതയ്ക്കപ്പുറത്തേക്ക് രാജ്യദ്രോഹത്തിലേക്ക് കടന്നപ്പോഴാണ് കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ നീക്കം നടത്തിയത്. അന്ന് നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ CPMകാർ, അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ മേലുനടിക്കുന്ന CPMകാർ കാസയുടെ ഫേസ്ബുക്ക് പേജ് പൂട്ടിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കാഴ്ചക്കാർ ദിവസവും എത്തുന്ന കാസയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് നമ്മളിപ്പോൾ പോയാൽ കാണുന്നത് ഇങ്ങനെയാണ്: യുവർ കണ്ടന്റ് ഈസ് അൺഅവൈലബിൾ ഇൻ ഇന്ത്യ. വൈ ദിസ് ഹാപ്പൻഡ്? ബിക്കോസ് ഓഫ് ലീഗൽ റിക്വസ്റ്റ് ഫ്രം കേരള ലോ എൻഫോഴ്സ്മെന്റ് വി ഹാവ് റെസ്ട്രിക്ട് ആക്സസ് ടു യുവർ പേജ്. അതായത് കേരള ലോ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ ഇന്ത്യയിൽ കാണിക്കുന്നില്ല എന്ന്. ഏതെങ്കിലും കോടതി ഉത്തരവ് വഴിയല്ല, ഇത് വളരെ വ്യക്തമായി പറയുന്നു, കേരള പോലീസ് ആവശ്യപ്പെട്ടിട്ടാണെന്ന്. എന്തുതരം മര്യാദയും എന്തുതരം ജനാധിപത്യവുമാണിത്? ഏതെങ്കിലും ഒരു കേസിൻ്റെ പുറത്ത് ഒരു കണ്ടന്റ് എടുത്ത് കളയുന്നത് പോലെയല്ല ഒരു പേജ് തന്നെ ഒരു കേസുമില്ലാതെ പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് നീക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഫ്രീ സ്പീച്ചിനെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. ഇത് അംഗീകരിക്കപ്പെട്ടാൽ നാളെ ഏതു മാധ്യമ സ്ഥാപനത്തിൻ്റെയും കണ്ടന്റുകൾ കേരള പോലീസിന് കത്തെഴുതി പിൻവലിപ്പിക്കാൻ പറ്റും. അങ്ങനെ പേജ് തന്നെ ഇന്ത്യയിൽ നിരോധിക്കാൻ കഴിയും. കാസയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. വിയോജിപ്പുണ്ടെങ്കിലും അത് പറയാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കേണ്ടത് ജനാധിപത്യം സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. ഇന്ന് കാസയോട് ചെയ്തത് നാളെ മറുനാടനോടും മറ്റന്നാൾ ഏഷ്യാനെറ്റിനോടും ചെയ്യില്ല എന്ന് എങ്ങനെ തീർത്തു പറയാം? CPMനും അവരുടെ തൽപര കക്ഷികൾക്കും വേണ്ടി ഏതറ്റം വരെ പോകാൻ നമ്മുടെ പോലീസ് തയ്യാറാവുന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. അതേസമയം തീവ്ര ഇസ്ലാമിക അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ഫേസ്ബുക്ക് പേജുകൾ, യൂട്യൂബ് ചാനലുകൾ നമുക്കിടയിലുണ്ട്. അവർക്കെതിരെ ഒന്നും സർക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ തിരിച്ചടിയിൽ നിന്നും എങ്ങനെയെങ്കിലും തടി തപ്പാൻ വേണ്ടി സർക്കാർ കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങളുടെ കൂടെപ്പെടും ഇതൊക്കെ. കാസയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് വഴി തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ വോട്ട് കിട്ടിയാൽ അത്രയുമായല്ലോ എന്നാണ് ആലോചന. വാസ്തവത്തിൽ ഇത് ജനാധിപത്യത്തിൻ്റെ കടക്കലുള്ള കത്തിവയ്പ്പാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് പിണറായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നിരോധിക്കുന്നതിന് പകരം
100,000 പുതിയ പേജുകൾ രൂപപ്പെടും എന്ന് മറക്കരുത്. കാസ പുതിയ പേജ് തുറന്നിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ 5000-ലധികം ലൈക്ക് എത്തിയിരിക്കുന്നു. ആ പേജ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പേജിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാം. ഇത് കാസയോടുള്ള മറുനാടന താല്പര്യം കൊണ്ടല്ല, നേരെ മറിച്ച് ഫ്രീ സ്പീച്ച് ഇല്ലാതാക്കാനുള്ള പിണറായിയുടെ ഈ ഗൂഢനീക്കത്തെ പൊളിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ ചുമതലയായതുകൊണ്ട് മാത്രമാണ് ഈ ലിങ്ക് ഇവിടെ കൊടുക്കുന്നത്. ഒരു പേജ് നിരോധിച്ചാൽ മറ്റൊരു പേജ് ഉണ്ടാക്കാൻ, ആ പേജിന് വേണ്ടി ശബ്ദമുയർത്താൻ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവുമെന്നും എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളും ജനാധിപത്യത്തിൽ ആവശ്യമാണെന്നും തിരിച്ചറിയുക. കാസ ഇങ്ങനെയൊരു കുറിപ്പ് പുതിയ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാസയ്ക്കെതിരെ പിണറായി ഗവൺമെന്റ് നെറികെട്ട നടപടി. ആരെയും കൂസാതെ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്ന കാസയുടെ 2 മില്യൺ മുകളിൽ റീച്ച് ഉണ്ടായിരുന്ന കാസ എന്ന ഫേസ്ബുക്ക് പേജ് കേരള ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഫേസ്ബുക്ക് ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നത് ക്രിസ്മസ് ദിനമായി ഇന്നു മുതൽ നിരോധിച്ചിരിക്കുന്നു. നിരോധനം നീക്കുന്നതിനായി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടഞ്ഞുകൊണ്ട് കാരണം കാണിക്കാതെയുള്ള കേരള സർക്കാരിന്റെ ഹീന നടപടിക്കെതിരെ കാസ ഹൈക്കോടതി സമീപിക്കും. അതുവരെ വാർത്തകളും നിലപാടുകളും അറിയുന്നതിനായി കാസ ഒഫീഷ്യൽ എന്ന ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഒരു കേസ് പോലുമില്ലാതെ പോലീസ് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പേജിനെതിരെ റിപ്പോർട്ട് ചെയ്യുകയും അതേസമയം വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന പേജുകളോട് കണ്ണടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ പറയുന്നത് കേൾക്കുക. യഥാർത്ഥ ഭരണകൂട ഫാസിസം എന്ന് പറയുന്നത് മറ്റെവിടെയുമല്ല, അത് ഈ കേരളത്തിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് സംസ്ഥാന ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഇന്നലെ ഞങ്ങൾ നേരിട്ടൊരു നടപടി. കാസ എന്ന ക്രിസ്ത്യൻ സംഘടനയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ട് സംസ്ഥാന ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ഫേസ്ബുക്ക് ഭാരതത്തിൽ മാത്രം ആളുകൾ കാണുന്നതിനെ തടഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ എന്തെങ്കിലും വ്യാജ വാർത്തകളോ മറ്റു അവരുടെ പോളിസിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുകയാണെന്നുള്ള കാര്യകാരണ സഹിതം ഫേസ്ബുക്ക് തന്നെ അത് നീക്കം ചെയ്യുകയോ നമ്മൾക്ക് വാർണിംഗ് തരികയോ അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യും. ഇവിടെ ഇത്തരത്തിൽ ഒന്നും തന്നെ ഫേസ്ബുക്ക് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടില്ല. അത്തരത്തിൽ ഒന്നും തന്നെ ഞങ്ങൾ പബ്ലിഷിംഗ് നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ലഭിച്ച മെസ്സേജ് എന്ന് പറയുന്നത് സംസ്ഥാന ലോ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഭാരതത്തിൽ മാത്രം കാണുന്നതിനെ ഞങ്ങൾ തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. യാതൊരുവിധ കാരണങ്ങളും അതിനായി പറഞ്ഞിട്ടില്ല. ഇവിടെ ഞങ്ങൾ ഇന്നുവരെ ഒരുവിധ വ്യാജ വാർത്തകളും പ്രചരിപ്പിച്ചിട്ടില്ല. സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്നു. മൂടിവെക്കുന്ന പല സത്യങ്ങളും ഞങ്ങൾ തുറന്നു കാട്ടുന്നു. പല വ്യാജ വാർത്തകളുടെയും യാഥാർത്ഥ്യം ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വിമർശിക്കേണ്ടവരെ ഞങ്ങൾ മുഖം നോക്കാതെ വിമർശിക്കുന്നു. പല സത്യങ്ങളും പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ, അല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവിടെ രാവിലെ മുതൽ മതമൗലികവാദം, തീവ്രവാദം, ഭീകരവാദം, അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം തുപ്പുന്ന രീതിയിലുള്ള ചർച്ചകൾ, ഇതെല്ലാം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ, അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയകാര്യ സംഘടന, ഇവിടെ സംസ്ഥാന DGP തന്നെ പറഞ്ഞതാണ് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDP. അപ്പൊ അത്തരത്തിലൊരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ജില്ലകൾ തോറുമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവർ പണം മുടക്കി ഇവിടെ മതമൗലികവാദവും തീവ്രവാദവും രാജ്യദ്രോഹവും എല്ലാം പരത്തുന്ന നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, യൂട്യൂബ് ചാനലുകൾ, അല്ലാതെ തന്നെ വിവിധതരം വ്യാജ വാർത്തകൾ ഇറക്കുന്ന ചാനലുകൾ, ഇവയെല്ലാം ഇവിടെ നിർബാധം ഒരു കുഴപ്പവുമില്ല, തടസ്സവുമില്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് ഇന്നുവരെ ഒരുവിധ നിയമലംഘനങ്ങളും നടത്തിയതിന്റെ പേരിൽ ഒരുവിധ കേസുകളും ഇല്ലാത്ത രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഔദ്യോഗിക അക്കൗണ്ട്, അത് സ്വന്തം നാട്ടിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ഈ ഭാരതത്തിലുള്ളവർ കാണുന്നതിനെ ഔദ്യോഗികമായി സംസ്ഥാന ഭരണകൂടം തടഞ്ഞിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് അവർ തന്നെയാണ് വെളിപ്പെടുത്തേണ്ടത്. ഞങ്ങൾ ഒരുവിധ നിയമനങ്ങളും നടത്തിയിട്ടില്ല. ഇന്നലെ ക്രിസ്മസ് ദിനമായിരുന്നു. പതിവ് പോലെ ക്രിസ്മസ് ആശംസ നേർന്നതിന് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഡൽഹിയിലെ ക്രിസ്മസ് ചടങ്ങിൽ പങ്കെടുത്തതിന്റെ വീഡിയോ ഞങ്ങൾ പങ്കുവച്ചിരുന്നു. അതിനുശേഷം പാലക്കാട് പുതുശ്ശേരിയിൽ RSSകാർ കരോൾ സംഘത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്തയുടെ യാഥാർത്ഥ്യം എന്തെന്ന് വളരെ വിശദമായി ഞങ്ങളൊരു പബ്ലിഷ് ചെയ്തിരുന്നു. അതിന് 1 മണിക്കൂറിന് ശേഷമാണ് സംസ്ഥാന ഭരണകൂടം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഫേസ്ബുക്ക് ഞങ്ങളുടെ പേജ് ഈ ഭാരതത്തിൽ ആളുകൾ കാണുന്നതിനെ തടഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വിഷയമെന്ന് പറയുന്നത് സത്യം ജനങ്ങൾ അറിയരുത്. ഭരണകൂടത്തിന്റെ
പ്രധാന പാർട്ടിയായ CPM-ന്റെ പോഷക സംഘടനകൾ, അവരുടെ ആളുകൾ, അവരെല്ലാം നടത്തുന്ന കാര്യങ്ങൾ, അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ അറിയാൻ പാടില്ല. ഇവിടെ എന്നും രാഷ്ട്രീയ അടിമകളായി ക്രിസ്ത്യൻ സമുദായം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. 2 ദിവസം മുമ്പ് ഞങ്ങൾ മറ്റൊരു പബ്ലിഷിംഗ് നടത്തിയിരുന്നു. തിരുവനന്തപുരത്തെ രണഗീതം പാടണമെന്ന് BMS ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്രിസ്മസ് ആഘോഷം റദ്ദാക്കി എന്നുള്ള ആ വാർത്തയുടെ യാഥാർത്ഥ്യം അതിലെ ഉൾപ്പെട്ട സ്ത്രീയുമായി നേരിട്ട് സംസാരിച്ച് അതിന്റെ വിവരങ്ങൾ എടുത്തതിനു ശേഷം ഞങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണ ലഭിക്കും എന്ന് കരുതുന്ന ആളുകളുടെ ഭാഗത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. ശരിക്കും ഗാസയെ നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക മതമൗലികവാദ ശക്തികൾ അവരെ സന്തോഷിപ്പിക്കുക എന്നതുകൂടെയാണ് ഇത്തരത്തിലൊരു ഫാസിസ്റ്റ് പ്രവൃത്തിയിലൂടെ സംസ്ഥാന സർക്കാർ കാട്ടിയിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരിക്കുന്ന പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ തിരിച്ചടിയേറ്റിരുന്നു. അപ്പോൾ ഇതിന്റെ കാരണം മുസ്ലിം സമുദായം വിട്ടുമാറി നിന്നതാണ് എന്നതാണ് അവർ കരുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സന്തോഷിപ്പിക്കുക, അതിനുവേണ്ടി കൂടെയാണ് ഞങ്ങൾക്ക് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ പുറകോട്ട് പോകാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് ജില്ലാ പേജുകളുണ്ട്, രാജ്യത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്ക് പേജുകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങളെ ബാൻ ചെയ്തിരിക്കുന്ന, നിരോധിച്ചിരിക്കുന്ന ഞങ്ങളുടെ പേജിന് പകരമായി കാസ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു പേജ് ഞങ്ങൾ ഇന്നലെ തൊട്ട് തന്നെ പബ്ലിഷിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ തന്നെ ഞങ്ങൾ കൂടുതൽ ശക്തമായി സത്യം ഇനിയും ഞങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും. ഞങ്ങളുടെ സമുദായ അംഗങ്ങളെ രാഷ്ട്രീയ അടിമകളാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. രാജ്യത്തിനൊപ്പം തന്നെ ഞങ്ങൾ നിലകൊള്ളും. മതമൗലികവാദി ശക്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിനോടൊപ്പം തന്നെ യാതൊരുവിധ കാരണവും കാണിക്കാതെ ഞങ്ങൾക്കെതിരെ ഈ എടുത്തിരിക്കുന്ന നടപടിയെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും. ഇവിടെ ഒരു കാരണവുമില്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയാൻ ഒരു ഭരണകൂടത്തിന് ചുമ്മാതങ്ങ് സാധിക്കില്ല. അതിനെ ഞങ്ങൾ കോടതിയിൽ നേരിടുക തന്നെയും ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനത്തെ ഞങ്ങൾ പിൻവലിപ്പിക്കുക തന്നെ ചെയ്യും. എന്തു തന്നെയായാലും നിങ്ങൾ അറിയുക, ഇതാണ് യഥാർത്ഥ ഫാസിസം. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവരെ നിശബ്ദരാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ എന്തും ചെയ്യും എന്നുള്ളതിന്റെ തെളിവാണ് യാതൊരുവിധ കാരണവുമില്ലാതെ ഞങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ട് ഇന്നലെ ഭാരതത്തിൽ കാണുന്നതിനെ നിരോധനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന ഭരണകൂടം തയ്യാറായത്.